അങ്ങനെ മൊണാലിസക്കും പണി കിട്ടി. ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സിനിമ ലൊക്കേഷനിൽ വെച്ചിട്ട് ഒരുപാട് തവണ അവരെന്നെ മാറി മാറി ദേഹത്ത് പിടിച്ചു ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പറയാണ്. കുറച്ചു കാലം മുന്നേ നടന്ന സംഭവമാണ്. അത് പുറത്ത് പറയാതെ പിടിച്ചു നിന്നു. ചുരുക്കി പറഞ്ഞാല് കേരളത്തിലേക്ക് കയറി വന്ന മൊണാലിസക്ക് ഇപ്പൊ നല്ല കാലല്ല, എല്ലാം പുറത്തു വരികയാണ്. ഈ വരും ദിവസങ്ങളിൽ ഒരുപാട് വാർത്തകൾ, നമ്മൾ കേൾക്കാത്ത വാർത്തകൾ നമുക്ക് ഇങ്ങനെ കേൾക്കാം. ചുരുക്കി പറഞ്ഞാല് കേരളത്തിലേക്ക് സിനിമയിലെ വലിയ നടിയാക്കാമെന്ന പേരിലൊക്കെ കേരളത്തിലേക്ക് എത്തിച്ച് ഇവിടെ വന്ന് കല്യാണം കഴിച്ച് ആ ഒരു നാടകീയ രംഗങ്ങൾ ഞാനും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലേ? വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല. അതിന് ശേഷമാണ് വീട്ടുകാർ പൊട്ടിക്കരഞ്ഞത്. കേരളത്തിലേക്ക് ഒരു സിനിമ നടിയാക്കാമെന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് പേര് കൊണ്ടുപോയത്. പിന്നീടാണ് അറിയുന്നത് അവരുടെ കല്യാണം കഴിഞ്ഞു എന്ന തോതിലൊക്കെ രക്ഷിതാക്കൾ പറഞ്ഞ വീഡിയോ ഞാനും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പതാ അതിൻ്റെയൊക്കെ മുന്നേ ഒരു സിനിമ ലൊക്കേഷനിൽ തനിക്കുണ്ടായ അനുഭവം പറഞ്ഞ് പൊട്ടിക്കറിയാണ് മൊണാലിസ അല്ലേ. വളരെ മോശമായ അനുഭവമാണ് കേരളത്തിൽ നിന്ന് മൊണാലിസക്ക് നേരിടേണ്ടി വന്നത് അല്ലേ. പല തവണ ഒരുപാട് വട്ടം എന്നെ മാറി മാറി ഉപദ്രവിക്കുകയും ദേഹത്ത് കയറി പിടിച്ച് എന്നൊക്കെ അനുഭവങ്ങൾ തുറഞ്ഞ് പൊട്ടിക്കറിയാണ് മൊണാലിസ. എത്രത്തിൽ മോശമാണല്ലേ ഈ ഒരു അനുഭവം. സ്വന്തം വീട്ടിൽ രക്ഷിതാക്കളോട് പറഞ്ഞപ്പോൾ ആദ്യ സിനിമയല്ലേ, അതൊക്കെ ഉണ്ടാകുമെന്ന മട്ടിൽ അവരും അത് വില വെക്കാത്ത കോലത്തിലായി. അതിൻ്റെ ഒക്കെ സങ്കടം പിടിച്ചുകൊണ്ടാണ് മൊണാലിസ പൊട്ടിക്കറിയണത്. അങ്ങനെയുള്ള വേറെ രക്ഷിതാക്കൾ അന്നേ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത് നല്ല ലെവൽക്ക് മുന്നോട്ട് പോകൂല അല്ലേ. രക്ഷിതാക്കൾ പോലും അറിയാതെ അല്ലേ അന്നെ ഞാൻ ഒരു സിനിമ മേഖലയിലേക്ക് എത്തിച്ച് വലിയ നടിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷിതാക്കളെ പറഞ്ഞു പറ്റിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ എത്തി കല്യാണം കഴിച്ചു കൂട്ടിയതാണ് മൊണാലിസനെ. ഒരു മാസം ആയിട്ടുണ്ടോ എന്നത് സംശയമാണ്. ചുരുക്കി പറഞ്ഞാൽ വരും ദിവസങ്ങൾ ഇതിൻ്റെ ബേക്കിലുള്ള ഒരുപാട് സംഗതികൾ എല്ലാവർക്കും കാണാൻ കഴിയും. ഏതായാലും നിങ്ങളും കൂടി വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചുരുക്കി പറഞ്ഞാൽ സിനിമ മേഖലകളിൽ ഈ ഒരു സംഗതി വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. മോശമായ രീതിയിൽ ആളുകളെ പെരുമാറുക അല്ലേ. അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളവർക്കേ മേലോട്ട് കയറ്റുള്ളൂ, അല്ലാത്തവർക്ക് ആദ്യം തന്നെ പടിയിറങ്ങാം എന്ന തോതിലാണ് ഇന്നത്തെ കാലത്ത് കേരളത്തിലെ സിനിമാ മേഖലകളിൽ വർദ്ധിച്ചു വരുന്നത്. ഏതായാലും മോശമായ പ്രവൃത്തിയായിപ്പോയി. ആരോടും പറയാത്തത്ര കാലം പിടിച്ചു നിന്നു, വലിയ ഭീഷണികൾ നേരിടേണ്ടി വന്നു. അവസാനം പൊട്ടിക്കരഞ്ഞപ്പോൾ സ്വന്തം വീട്ടുകാർ പോലും തന്നെ എതിർത്ത്. അതാണ് മൊണാലിസ എത്ര സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നത്. ഏതായാലും നിങ്ങളും കൂടി വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസുകളായി ഒരു വീഡിയോയിൽ ഉടനെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.